ഓർമ്മയുടെ ഞരമ്പ്. കെ ആർ മീര. ജനനം 1970 ഫെബ്രുവരി 19. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ് കെ ആർ മീര ജനിച്ചത്. പ്രധാന കൃതികൾ: ഓർമ്മയുടെ ഞരമ്പ്, മോഹമഞ്ഞ, നേത്രോന്മീലനം, ആവേ മരിയ, ഗില്ലറ്റിൻ, ആ മരത്തെയും മറന്നു മറന്നു ഞാൻ, യൂദാസിൻ്റെ സുവിശേഷം, മീര സാധു, ആരാച്ചാർ, മാലാഖയുടെ മറുകുകൾ, മഴയിൽ പറക്കുന്ന പക്ഷികൾ എന്നിവ. ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഈ പാഠം ഒന്ന് വായിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം പുസ്തകങ്ങൾ കിട്ടാത്ത കുട്ടികൾ ഉണ്ടാകുമല്ലോ, അതുകൊണ്ട്. ഓർമ്മയുടെ ഞരമ്പ്. കെ ആർ മീര. തുരുമ്പ് പിടിച്ച വിജാഗിരികൾ ഇളകുന്നതുപോലെയായിരുന്നു അവരുടെ ശബ്ദം. ചുക്കിച്ചുളിഞ്ഞ കഴുത്തിൽ വയലറ്റ് നിറമുള്ള ഒരു ഞരമ്പ് വെല്ലുവിളി പോലെ എഴുന്നു നിന്നു. കണ്ണട അല്പമൊന്നു നേരെയാക്കി, പ്രത്യേകിച്ച് മുഖവുരയൊന്നുമില്ലാതെ വൃദ്ധ ചോദിച്ചു, "കുട്ടി എഴുതുമോ?" പെൺകുട്ടി ഒന്നും മിണ്ടിയില്ല. അവൾ വെറുതെ അവരെ നോക്കുക മാത്രം ചെയ്തു. ഇടയ്ക്ക് യാദൃച്ഛികമായി നോട്ടം വൃദ്ധയുടെ തലയിൽ വീണു. തലയോട്ടി പാതിയും പുറത്തു കാണാം, എങ്കിലും അങ്ങിങ്ങ് ചില കറുത്ത മുടിനാരുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. വള്ളത്തോള് വന്ന ഒരു സമ്മേളനമുണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടണേന് മുമ്പ്, വൃദ്ധ പറഞ്ഞു. സ്വാതന്ത്ര്യം എന്ന വാക്ക് ഉച്ചരിച്ചപ്പോൾ അവരുടെ വെപ്പ് പല്ലുസെറ്റ് ദയനീയതയോടെ പുറത്തേക്കുന്തി വന്നു. അസ്വസ്ഥത മറയ്ക്കാനെന്നതുപോലെ അവൾ തൻ്റെ ചുരിദാറിൻ്റെ ഇളം നീല ഷോളിൻ്റെ തൊങ്ങലുകൾ വിരലുകളിൽ ചുറ്റി മുറുക്കുകയും അഴിക്കുകയും ചെയ്തു. അന്നൊക്കെ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താ? എല്ലാവർക്കും ഭ്രാന്തല്ലേ? നൈലോണും നൈലക്സുമൊക്കെ എല്ലാവരും കത്തിച്ചു കളഞ്ഞു. ഖദറേ ഉടുക്കൂ. എനിക്കൊരു കറുത്ത കരയുള്ള സാരി ഉണ്ടായിരുന്നു. അന്ന് സാരി ഉടുക്കുന്നത് പോലും വലിയ ഫാഷനല്ലേ? പെൺകുട്ടി മുറിയിലെ പുസ്തക ഷെൽഫിലേക്ക് നോട്ടം മാറ്റി. ഷെൽഫിൻ്റെ മുകൾ തട്ടിൽ പഴയ ചില ഫോട്ടോകൾ ഫ്രെയിം ചെയ്തു വെച്ചിരുന്നു. ആരെയോ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കൂട്ടത്തിൽ മേധാവിത്വ ഭാവത്തോടെ തലയെടുത്തു നിന്നു. ബാക്കിയൊക്കെ പാറ്റ കരണ്ടതും വെള്ളമൊലിച്ച കറവീണതുമായ കുടുംബ ഫോട്ടോകളാണെന്ന് തോന്നി. രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടുകൾ കുറേ നോട്ട് ബുക്കുകൾ മാത്രം. പെൺകുട്ടി ഓർക്കാതെ വീണ്ടും വൃദ്ധയെ നോക്കി. വല്യമ്മാമ്മ പറഞ്ഞിട്ട് ഞാനൊരു കവിത എഴുതി, സമ്മേളനത്തിൽ വായിച്ചു. അൽപരാമെങ്ങടെ തുച്ഛവാടികളിലും കൽപ്പനാശൂന്യങ്ങൾ തൻ സൗരഭ്യം. സൗരഭ്യം എന്ന പദം ഉച്ചരിച്ചപ്പോഴും വൃദ്ധയുടെ പല്ലുസെറ്റുകൾ പുറത്തേക്കുന്തി. കവിത ഈണത്തിൽ പാടാനുള്ള ശ്രമത്തിൽ അവരുടെ ഇടറിയ ഒച്ച വല്ലാതെ നേർത്ത് തൊണ്ടയിൽ ആരോ പിടിച്ചു മുറുക്കിയതുപോലെ ഒരു ഞരക്കമായി തീർന്നു. മഹാകവി. വൃദ്ധ വള്ളത്തോളിനെ മുന്നിൽ കാണുന്നതുപോലെ ഭയഭക്തി ബഹുമാനങ്ങളോടെ കരം കൂപ്പി. അദ്ദേഹം എന്നെ അടുത്ത് വിളിച്ച് 2 കൈയും എൻ്റെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. സരസ്വതി, സാക്ഷാൽ സരസ്വതി തന്നെ. വൃദ്ധ വള്ളത്തോളിൻ്റെ കരങ്ങൾ പതിഞ്ഞ സ്വന്തം തലയിൽ അരുമയായി തഴുകി. നരച്ച മുടികൾക്കു താഴെ വേറെയും കറുത്ത മുടിയിഴകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പെൺകുട്ടി ഈർഷ്യയോടെ കണ്ടെത്തി. എപ്പോഴോ കത്തിത്തീർന്ന ഒരു ചന്ദനത്തിരിയുടെ ഗന്ധമുണ്ടായിരുന്നു മുറിയിൽ. ജനാലയിലൂടെ ഒരു ചൂടുകാറ്റ് ഭ്രാന്തെടുത്ത് കടന്നുവന്ന് മുറിയിൽ കോലാഹലമുയർത്തി. മങ്ങിയ വിരിയിട്ട മേശമേലിരുന്ന ചെറിയ സ്റ്റീൽ ഫ്ലാസ്ക് ചെറുതായി വിറച്ചു. അരികിലിരുന്ന ഔൺസ് ഗ്ലാസ് മറിഞ്ഞു വീണുരുണ്ടു. അപ്പോൾ ഏതോ ഒരു ഔഷധത്തിൻ്റെയും ഗന്ധമുയർന്നു. ഇതൊക്കെയാണെങ്കിലും പലതരം ഗന്ധങ്ങൾ നിറഞ്ഞ ഈ മുറി അവൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഈ വീട്ടിലെ ഏറ്റവും വായു സഞ്ചാരമുള്ള മുറി ഇതാണെന്ന് പെൺകുട്ടി വിചാരിച്ചു. അന്ന് എനിക്ക് വെറും 9 വയസ്സ്, വൃദ്ധ പറയുകയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ മാതിരിയല്ല. കണ്ടാൽ 10-16 വയസ്സിൻ്റെ വളർച്ചയുണ്ട്. അന്ന് ആ സമ്മേളനത്തിൽ വെച്ച് എന്നെ കണ്ടിട്ടാണ് ഇവിടുത്തെയാൾ. പറഞ്ഞു വന്നത് പെട്ടെന്നവർ അവസാനിപ്പിച്ചു. പിന്നെ നേരിതിൻ്റെ തുമ്പിൽ നിന്ന് എഴുന്നു നിന്ന ഒരു വെള്ളനൂൽ ശ്രദ്ധാപൂർവം പൊട്ടിച്ചു കളഞ്ഞു. നേർത്ത ചുവന്ന കരയൻ മുണ്ടും നേരിയതുമാണ് അവർ ധരിച്ചിരുന്നത്. വെള്ള ബ്ലൗസ് പഴക്കം കൊണ്ടാകാം അങ്ങിങ്ങ് പൊടിഞ്ഞിരുന്നു. വൃദ്ധ അസ്വസ്ഥയായിട്ടെന്ന പോലെ എഴുന്നേറ്റു. അവർ പ്രാഞ്ചി മുറിയുടെ മൂലയിലുള്ള ഷെൽഫിൻ്റെ അടുത്തേക്കാണ് നീങ്ങിയത്. ഷെൽഫിനരികിലെ കസേരയിലിരുന്ന് വൃദ്ധ ബുക്കുകൾ ഓരോന്നുമെടുത്ത് ശ്രദ്ധാപൂർവം മറിച്ചു നോക്കി. ആ കസേര അവിടെ സ്ഥിരമായി ഇട്ടിരിക്കുകയാണെന്നും അവർ അവിടെ സ്ഥിരമായി ഇരുന്ന് പുസ്തകങ്ങൾ എടുക്കാറുണ്ടെന്നും പെൺകുട്ടിക്ക് തോന്നി. ഇതല്ല, ചുവന്ന ചട്ടയുള്ള ബുക്കാ. ഒരു ബുക്കെടുത്ത് നിവർത്തിയിട്ട് വൃദ്ധ ആവേശത്തോടെ പറഞ്ഞു. പെൺകുട്ടി ഒന്ന് ഞെട്ടി. വൃദ്ധ പിന്നെയും പുസ്തകം ഇളക്കിയപ്പോൾ പറന്നു പൊങ്ങിയ പൊടിയടിച്ച് പെൺകുട്ടിക്ക് തുമ്മൽ വന്നു. വൃദ്ധ തീരെ സഹതാപമില്ലാതെയാണ് അപ്പോൾ അവളെ നോക്കിയത്.
എനിക്കുമുണ്ടായിരുന്നു ഇടയ്ക്ക്. അവർ മറ്റൊരു ബുക്കെടുത്ത് നിവർത്തു. അതല്ലേ ആ ബുക്ക് നഷ്ടപ്പെട്ടത്. തുമ്മൽ കാരണം പഴയ പത്രക്കടലാസും കുട്ടികളുടെ പുസ്തകങ്ങളുമൊക്കെ അടുക്കി വയ്ക്കാൻ മടിയായി. അതിൻ്റെ ഇടയിൽ ഈ ബുക്ക് എവിടെയോ എങ്ങനെയോ. ഇവിടുള്ള ആളിന് പഴയ കടലാസ് കാണുന്നതേ അരിശമായിരുന്നു. എല്ലാം അടുക്കി വയ്ക്കണം. മുറിയിൽ ഒരിടത്തും പൊടിയും കടലാസും ഒന്നും കാണരുത്. എപ്പോഴും അടിച്ചു വാരിയിടണം. അവരുടെ നിശ്വാസം നിന്നു വിറച്ചു. വയസ്സുകാലത്ത് ഇങ്ങനെയൊരു ആവശ്യം ഉണ്ടാവുന്ന ആര് കണ്ടു? അത് പെൺകുട്ടിയുടെ ഹൃദയത്തിൽ തന്നെ കൊണ്ടു. ശരിയാണ്, ആര് കണ്ടു? അവർ ആ ബുക്കും മടക്കി വെച്ച് അടുത്തത് എടുത്തു. ആദ്യത്തെ കഥ എഴുതുന്ന സമയത്ത് ഇവിടുള്ള ആൾ ജയിലിലാ. കഥ എന്ന പദം ഉച്ചരിച്ചപ്പോഴും വൃദ്ധയുടെ വെയ്പ്പുപല്ലുകൾ ബീഭത്സമായി ഇളകി. പെൺകുട്ടി അസഹ്യതയോടെ എഴുന്നേറ്റ് ജനാലയ്ക്കരികിലേക്ക് ചെന്നു. വീണ്ടും വീശിയടിച്ച കാറ്റിൽ മുഖത്തേക്ക് പാറി വീണ മുടിയിഴകൾ ഒതുക്കാൻ അവൾ ശ്രമിച്ചു. അപ്പോൾ രാവിലെ സീമന്തരേഖയിലിട്ട സിന്ദൂരം വിയർപ്പിൽ കുതിർന്ന് വിരലിലൊട്ടി. ഒരു തുള്ളി രക്തം പോലെ അത് വിരൽത്തുമ്പിൽ ഒരു നിമിഷം തങ്ങി. പിന്നെ മെല്ലെ താഴേക്ക് വീണ് മരിച്ചു. വൃദ്ധ അടുത്ത ബുക്കെടുത്ത് നിവർത്തുകയായിരുന്നു. രാമൻകുട്ടിയുടെ പഴയ നോട്ട് ബുക്ക്. ഇവിടുത്തെ അമ്മ കാണാതെ രാത്രിയിൽ ദാ ഈ മുറിയുടെ മൂലയിൽ വിളക്ക് കത്തിച്ച് വെച്ചിരുന്ന എഴുതിയ കഥ. ഇവിടുത്തെ അമ്മയ്ക്ക് എഴുതണതും വായിക്കണതും കണ്ടാൽ കലിയിളകും. അതുകൊണ്ട് തറവാട്ടിലേക്ക് എന്താ പ്രയോജനം എന്ന് അമ്മ ചോദിക്കും. അവർ ബുക്കിലെ പേജുകൾ സാവകാശം മറിച്ചു. സമ്മേളനത്തിന് കവിത വായിച്ച പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ഇവിടെ വലിയ പുകിലായിരുന്നു അത്രേ. ശരിയല്ലേ? എന്തിനാ പാട്ടും കഥയും? അമ്മ പറയണത് പോലെ പെണ്ണായാൽ ചോറും കറിയും വെക്കണം, പെറണം. അവർ പേജുകൾ പതുക്കെ മറിച്ചു. രാമൻകുട്ടിക്ക് പേരിട്ടത് ഇവിടുത്തെ ആളാ. അവൻ രാമനെ പോലെ വളരട്ടെന്ന് പറഞ്ഞു. അന്ന് രവീന്ദ്രനാഥ് എന്ന പേരായിരുന്നു എനിക്കിഷ്ടം. പിന്നെ ഞാൻ ഓർത്തു, ഇവിടുത്തെ ആളുടെ ഇഷ്ടം പോലെ ആവട്ടെ, എന്തിനാ വെറുതെ ഒരു കലച്ചൽ. രവീന്ദ്രനാഥ് എന്ന് വിളിച്ചാലും രാമൻകുട്ടി എന്ന് വിളിച്ചാലും മോൻ എൻ്റെ മോനല്ലേ. അതുകൊണ്ട് ശ്രീകുട്ടിക്ക് ഞാൻ പേരൊന്നും വിചാരിച്ചില്ല. ശ്രീകുമാരി എന്നാണ് അദ്ദേഹം പേരിട്ടത്. രാമൻകുട്ടിയോട് ഞാൻ പറഞ്ഞിരുന്നു, നിനക്ക് കുട്ടികളുണ്ടാവുമ്പോൾ ആണാണെങ്കിൽ രവീന്ദ്രനാഥ് എന്നിടണം, പെണ്ണെങ്കിൽ മൃണാളിനി എന്ന്. ടാഗോറിൻ്റെ പേരല്ലേ രവീന്ദ്രനാഥ്? ടാഗോറിൻ്റെ ഭാര്യയുടെ പേരാണ് മൃണാളിനി. മൃണാളിനി എന്ന പേര് ഉച്ചരിക്കാൻ നേരമായപ്പോൾ പെൺകുട്ടി വേഗം പുറത്തേക്ക് നോക്കി. എങ്കിലും പെൺകുട്ടിക്ക് വൃദ്ധയോടൊരടുപ്പം തോന്നി തുടങ്ങിയിരുന്നു. ആദ്യത്തെ കഥ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജയിലിൽ പോകുന്ന സ്ത്രീയെക്കുറിച്ചായിരുന്നു. സ്വാതന്ത്ര്യം എന്ന പദം വന്നപ്പോൾ പെൺകുട്ടി ചുണ്ടുകൾ പൂട്ടി രഹസ്യമായി സ്വന്തം പല്ലുകൾ നാവുകൊണ്ട് തടവി. എങ്ങാനും ഇളകുന്നുണ്ടോ? വൃദ്ധ മറ്റൊരു നോട്ട് ബുക്ക് എടുത്ത് നിവർത്തി. അത് ഇവിടുള്ള ആളെ വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചു. പക്ഷേ ജയിലിൽ നിന്ന് വന്ന കുറേ ദിവസം കഴിഞ്ഞ് ഞാനൊരു കഥ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടി ആകാംക്ഷയോടെ നോക്കി. വൃദ്ധയുടെ മുഖം മങ്ങിയിരുന്നു. പെട്ടെന്ന് അവർ ആ ബുക്ക് തിരികെ വെച്ച് മറ്റൊന്നെടുത്തു. ആ, ഇതുപോലുള്ള ഒരു ബുക്കായിരുന്നു. ദാ ഇങ്ങനത്തെ തന്നെ നീല വരെയുള്ള ബുക്ക്. ഇതിൽ മുകളിൽ ഞാൻ ഓം എന്ന് എഴുതിയിട്ടാണ് എഴുതി തുടങ്ങിയത്. രണ്ടാമത്തെ കഥയ്ക്ക് മേലെ ശ്രീരാമജയം എന്നെഴുതി. രണ്ടാമത്തെ കഥ എഴുതുമ്പോൾ ഇവിടുത്തെയാൾ ഡൽഹിയിലാണ്, NB ആയിട്ട്. അവർ ബുക്ക് മടക്കി ഷെൽഫിൽ വെച്ചു. ഡൽഹി കാണാൻ വല്ലാത്ത കൊതിയായിരുന്നു എനിക്ക്. പക്ഷെ എന്നെ കൊണ്ടുപോയില്ല. പിന്നെയാവാം എന്ന് പറഞ്ഞ് കാലം പോയി. ഒരു വല്യൊഴിവിന് കുട്ടികളെയും അമ്മയും കൊണ്ട് ഡൽഹി കാണിക്കാൻ പോയി. ഞാനും കൂടി പോയാൽ പശുക്കളെ ആര് നോക്കും? അച്ഛൻ്റെ അസ്ഥിത്തറയിൽ ആര് തിരികൊളുത്തും എന്നൊക്കെ ചോദിച്ചു ഇവിടുത്തെ അമ്മ. ഏതായാലും എൻ്റെ പോക്ക് നടന്നില്ല. വൃദ്ധ അപകടം പിടിച്ച രഹസ്യം പറയുന്നത് പോലെ പെൺകുട്ടിക്ക് നേരെ അല്പം ഒന്ന് ആഞ്ഞിരുന്നു. അന്ന് എഴുതിയതാണ് രണ്ടാമത്തെ കഥ. ഇപ്പോൾ പെൺകുട്ടിക്ക് വൃദ്ധയോട് കൂടുതൽ താല്പര്യം തോന്നി. എന്തായിരുന്നു അത്? പെൺകുട്ടി ചോദിച്ചു. ഒരു സാഹിത്യകാരി. അവളെ കഥ എഴുതി ആണുങ്ങളുടെ കള്ളപ്പേരിലെ പത്രമാസികകൾ കഴിച്ചു കൊടുക്കുന്നു. ഒടുവിൽ അവളുടെ ഒരു കഥയ്ക്ക് സമ്മാനം കിട്ടിയപ്പോൾ ആളുകൾ അന്വേഷിച്ച് പിടിച്ച് അവളുടെ വീട്ടിലെത്തുന്നു. വിവരമറിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവ് പറഞ്ഞു, ഓ, അത് ഞാൻ എഴുതിയത് തന്നെ. വൃദ്ധ കൃത്രിമമായ കൊച്ചരിപ്പല്ലുകൾ കാട്ടി ചിരിച്ചു. ഓരോരോ മോഹങ്ങൾ. അവർ ബുക്ക് തിരിച്ചു വെച്ച് മറ്റൊന്നെടുത്തപ്പോൾ പെൺകുട്ടിക്ക് ബാക്കി കഥ അറിയാൻ താല്പര്യം തോന്നി. അവൾ ജനാലയഴികളിൽ ചാരി വൃദ്ധയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നു. മൂന്നാമത്തെ കഥയോ? അവൾ ചോദിച്ചു. വൃദ്ധ മറ്റൊരു നോട്ട് ബുക്ക് എടുക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ പത്മാക്ഷി പാത്രങ്ങളുമായി വാതിൽ കടന്നു വന്നു. വല്യമ്മേ, തുടങ്ങിയോ പരീക്ഷയ്ക്ക് പഠിക്കാൻ? പത്മാക്ഷി പരിഹാസം നിറഞ്ഞ സ്വരത്തിൽ ഒച്ച വെച്ചു. എത്ര നാളായിട്ട് പഠിക്കുന്നതാ? ഇതെന്നാ ഒന്ന് തീരുന്നത്? അവൾ പെൺകുട്ടിയെ നോക്കി ഒരു ചെറിയ കുട്ടിയോടെന്നതുപോലെ കണ്ണുകൾ അടച്ചു കാട്ടിയിട്ട് പാത്രങ്ങൾ മേശപ്പുറത്തു നിരത്തി വെച്ചു.
ഒരു ചെറിയ ചരുവത്തിൽ കഞ്ഞി, അതൊഴിച്ചു കുടിക്കാൻ വക്കുകൾ ഉരുണ്ട പരന്ന സ്റ്റീൽ പാത്രം, ഒരു ചെറിയ പാത്രത്തിൽ 2 പപ്പടം. വല്യമ്മ ഒന്നും കഴിക്കണ്ടായോ? കഞ്ഞിയും കുടിച്ചിട്ട് ഉച്ചക്കിലത്തെ മരുന്നും കഴിച്ചിട്ട് കേറിയൊന്ന് കിടന്നുറങ്ങിക്കേ. എണീറ്റിട്ടു ദേഹം തുടച്ചു തരാം. ഒച്ചയെടുക്കാതെ പെണ്ണെ, വൃദ്ധ സൗമ്യതയോടെ ശാസിച്ചു. എനിക്ക് കേൾക്കാം. ആ, എനിക്കിരിക്കട്ടെ കുറ്റം. പത്മാക്ഷിയുടെ മുഖത്തെ തടിച്ച പേശികൾ നിന്ദയോടെ ചലിച്ചു. അവൾ പെൺകുട്ടിയുടെ നേരെ തിരിഞ്ഞു. മോളെന്താ കല്യാണത്തിന് പോകാഞ്ഞത്? അവർ കുറ്റപ്പെടുത്തും പോലെ ചോദിച്ചു. ശ്രീമോൻ കുറേ നിർബന്ധിച്ചതല്ലയോ? പുതുപ്പെണ്ണിനെ കാണാൻ എല്ലാവർക്കും ആശ കാണത്തില്ലയോ? പെൺകുട്ടി ഒന്നും പറഞ്ഞില്ല. വൃദ്ധ വെറുതെ ചിരിച്ചു. പെൺകുട്ടിക്ക് ബാക്കി കഥ അറിയാൻ താല്പര്യം തോന്നി. വൃദ്ധ പക്ഷേ നിശബ്ദയായിരുന്നു. പത്മാക്ഷി പകർന്നു വെച്ച കഞ്ഞി അവർ കഴിച്ചു. പിന്നെ വാഷ് ബേസിനരികിലേക്കു നടന്നു. പല്ല് സെറ്റ് ഊരിക്കഴുകി വാഷ് ബേസിന് അരികിൽ വെച്ച കുപ്പിഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട് സ്റ്റാൻഡിലിട്ട ടവൽ കൈയും മുഖവും തുടച്ചിട്ട് അവർ മെല്ലെ നടന്നു വന്നു. പത്മാക്ഷി മേശമേലിരുന്ന കുപ്പിയിൽ നിന്ന് ഒരു ഗുളികയും ഗ്ലാസ്സിൽ വെള്ളവും പകർന്നെടുത്തു നീട്ടിയത് അവർ വാങ്ങി. ചുളിഞ്ഞ തൊണ്ടയിലൂടെ ഗുളികയും വെള്ളവും പ്രയാസപ്പെട്ട് ഇറങ്ങുന്നത് പെൺകുട്ടിക്ക് കാണാമായിരുന്നു. ഗുളിക വയലറ്റ് നിറമുള്ള ആ വലിയ ഞരമ്പിനോട് തെല്ലുനേരം മൽപ്പിത്തം നടത്തി. പിന്നെ മെല്ലെ അപ്രത്യക്ഷമായി. അപ്പോൾ വൃദ്ധ മെല്ലെ കട്ടിലിലേക്ക് ചരിഞ്ഞു. കഥയുടെ ബാക്കി അറിയാൻ പെൺകുട്ടിക്ക് ആകാംക്ഷ വർദ്ധിക്കുകയായിരുന്നു. പുള്ളിക്കാരിയുടെ പഴയൊരു ബുക്കുണ്ടായിരുന്നു. ഓർമ്മ പോയേ പിന്നെ അത് തപ്പി നടക്കുക. പത്മാക്ഷി രഹസ്യമായി പറഞ്ഞു. മച്ചിൻ്റെ മോളിലും നിലവറയിലും ഒക്കെ കയറി തപ്പും. ഒടുവിൽ സഹികെട്ട് ഇവിടെ രാധേച്ചി ശ്രീമോൻ്റെയും മീനുമോളുടെയും പഴയ കുറേ ബുക്കെടുത്ത് വെച്ചു കൊടുത്തു. അതുകൊണ്ട് ആശ്വാസമായി. അത് ഓരോന്നും എടുത്ത് മറിച്ചിരുന്നോളും. പെൺകുട്ടി ഒന്ന് നെടുവീർപ്പിട്ടു പോയി. മോള് പോരെ, ഇനിയിപ്പം വല്യമ്മ ഉറങ്ങിക്കോളും. വൈകിട്ട് 5 വരെ ഈ കിടപ്പാ. അവർ പാത്രങ്ങളെടുത്ത് അടുക്കി പുറത്തേക്ക് പോയപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പെൺകുട്ടി നിന്നു. 3-ാമത്തെ കഥ? പെൺകുട്ടി സ്വയമറിയാതെ വീണ്ടും ചോദിച്ചു. വൃദ്ധ അടഞ്ഞു തൂങ്ങിയ കണ്ണുകൾ വലിച്ചു തുറന്ന് മുറിയിൽ അവളുടെ സ്ഥാനം പ്രയാസപ്പെട്ട് നിർണയിച്ചു. പിന്നെ ഒരു ക്രൂരമായ ചിരിയോടെ പറഞ്ഞു, ദുർമരണം. പെൺകുട്ടിക്ക് മനസ്സിലായില്ല. കുരുക്കിടുമ്പോൾ കഴുത്തിൽ ദാ ഈ ഞരമ്പിൽ വീഴണം. അവർ കഴുത്തിലെ വയലറ്റ് ഞരമ്പിൽ തൊട്ടു. അത് ആരറിഞ്ഞു? പെൺകുട്ടിക്ക് ഭയം പോലൊരു വികാരം കൊണ്ട് ശരീരം കോരിത്തെരിച്ചു. ഞരമ്പ് തെറ്റരുത്. അവർ കണ്ണുകൾ അടച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചു. തെറ്റിയാൽ ഓർമ്മ പോകും. വൃദ്ധ പിന്നെ ഒന്നും പറഞ്ഞില്ല. രാത്രി ഏറെ വൈകി. ശ്രീജിത്ത് തിരിച്ചെത്തുമ്പോൾ പെൺകുട്ടി കണ്ണാടിക്ക് മുമ്പിൽ കഴുത്തു നീട്ടി നിന്ന് എന്തോ പരിശോധിക്കുകയായിരുന്നു. എന്താ നോക്കുന്നത്? അർഹിക്കുന്ന ആദരം കിട്ടാത്ത യജമാനൻ്റെ ഈർഷ്യയോടെ അയാൾ ചോദിച്ചു. ഒരു ഞരമ്പ്. അവൾ ആവലാതിയോടെ പറഞ്ഞു. ഓർമ്മയുടെ ഞരമ്പ്.